മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയെയും അനന്തുവിനെയും കാണാനായിട്ട് മഹാലക്ഷ്മിയും കണ്ണനും പോകുന്നുണ്ട്. എന്നിട്ട് അവരോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അതിനുശേഷം കണ്ണനാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സന്തോഷ വാർത്ത അനന്തുവിനെയും ലേഖയെയും അറിയിക്കുകയാണ്. തനിക്ക് ഇവിടെ നിന്നും പോകുന്ന സമയത്ത് മുടന്തുണ്ടായിരുന്നുവെന്നും പക്ഷെ തിരിച്ചു വരുമ്പോൾ അതില്ലെന്നും അയ്യപ്പ ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് തെളിവ് സഹിതം തന്നെ അവർക്ക് മുന്നിൽ നടന്നു കാണിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ അനന്തുവിനും ലേഖയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. എന്തായാലും ഇത് വൈദ്യരും കാണിച്ചു കൊടുക്കണം, അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കണ്ണനും മഹിയും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് ദുർഗയും കരുണയും ആവട്ടെ ആ പ്രതാപൻ കണ്ടായൊരു സംശയം, അതായത് കണ്ണൻ വണ്ടി ഓടിച്ചു പോകുന്നത് പോലെ കണ്ടല്ലോ, അത് വിളിച്ച് പറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷനിലാണ് നമ്മുടെ കരുണയെ സമാധാനിപ്പിക്കാനായിട്ട് ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, അവൻ ഈ മണ്ണിൽ ജീവനോടെ പോലും ഇല്ല, പിന്നെ എങ്ങനെയാ മോളെ അവൻ വണ്ടി ഓടിച്ചു പോകുക. എന്തായാലും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ആ മഹാലക്ഷ്മിയല്ലേ, അവൾക്ക് നമ്മളെ അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്നും പുറത്താക്കാനായിട്ട് കഴിയില്ല. കണ്ണൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് വന്നവളാണ് ഞാനെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അവകാശപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഞാൻ നേടിയെടുക്കുമെന്നൊക്കെ തന്നെ ദുർഗ പറയുന്നു. പിന്നീട് മഹിയും കണ്ണനും ചേർന്ന് നേരെ ചെല്ലുന്നത് തോമസ് വൈദ്യൻ്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് തോമസ് വൈദ്യൻ്റെ സ്റ്റാഫാണെങ്കിൽ അവരെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് വൈദ്യൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും വൈദ്യനാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. ഒരു മുടന്തും കൂടാതെ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ചു വരുന്ന കണ്ണനെ അത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവുകയാണ്. ഇതെന്താ ഞാൻ ഈ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, വൈദ്യൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇതാ ഒരു മുടന്തും കൂടാതെ ഞാൻ വന്നിരിക്കുന്നു. പിന്നെ ദർശനം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സാറിനെയും കൂടി ഈ സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് കരുതിയെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമായി. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഞാൻ പറഞ്ഞത് പ്രത്യേകം ഓർമ്മയിൽ വേണം, ശത്രുക്കൾ ഒരിക്കലും ഈ ഒരു അവസ്ഥ അറിയരുത്, അവരറിഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെ മഹി പറയുന്നുണ്ട്. വരുന്ന വഴിക്ക് കണ്ണേട്ടനാണ് ഡ്രൈവ് ചെയ്ത് വന്നത്, അതുകൊണ്ട് തന്നെ കരുണയുടെ അച്ഛൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു, കണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് വണ്ടി സൈഡാക്കി നിർത്തിയെന്നൊക്കെ പറയുമ്പോൾ എന്നെ കണ്ടിട്ടാണ് അവരിവിടെ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഉറപ്പായിട്ടും എന്തെങ്കിലും സംശയം തോന്നിക്കാണും, പക്ഷേ കുഴപ്പമില്ല, അവർക്കറിയില്ലല്ലോ കണ്ണന് ഇങ്ങനെ നടക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അല്ല, തനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയുമോ എന്നിങ്ങനെ കണ്ണനോട് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം ഒരുപാട് ഞാൻ കാറൊക്കെ ഓടിച്ചിട്ടുണ്ട്, അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ വശമുണ്ടെന്ന്. എന്തായാലും ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ കണ്ണൻ പറയുന്നു. അതുപോലെ തന്നെ പുതിയൊരു ജീവിതം കൂടി നിങ്ങളിനി തുടങ്ങണം, ഇനി പെട്ടെന്നൊന്നും വീട്ടിലേക്ക് പോകേണ്ട. എന്തായാലും നിങ്ങൾക്ക് സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് കുറച്ച് ദിവസം മാറി നിൽക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലാണ് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാകുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നടക്കാമല്ലോ, അത് മതി. പിന്നെ കണ്ണനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ തോമസ് വൈദ്യനോട് പറയുന്നുണ്ട്. അതായത് മലയ്ക്ക് പോയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ താനിപ്പോൾ മരിച്ചിരിക്കുകയാണോ ശത്രുക്കളുടെയൊക്കെ മുന്നിൽ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ, താൻ കുറച്ച് ദിവസം മറിഞ്ഞിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ തോമസ് വൈദ്യനാണെങ്കിൽ കണ്ണനോട് പറയണം. എന്തുകൊണ്ടും സൂക്ഷിക്കണമെന്നൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും തിരികെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ അവരെ കാത്തിരിക്കുന്നത് വലിയൊരു സർപ്രൈസ് തന്നെയാണ്. അതായത് അനന്തുവും ലേഖയും ചേർന്ന് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ആദ്യ രാത്രി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മഹാലക്ഷ്മിയോടും കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇന്ന് നിങ്ങൾ സാധിക്കാനായിട്ട് പോകുന്നത്. ഇനി മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്, പുതിയൊരു ജീവിതം തുടങ്ങുക. മഹിയുടെയും കണ്ണൻ്റെയും പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വരണം, അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതം തുടങ്ങണം നിങ്ങളെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവർ പോലും സർപ്രൈസായി പോവുകയാണ്. കാരണം അത്രയ്ക്കും ഭംഗിയായി തന്നെയാണ് അനന്തവും ലേഖയും ആ ഒരു ബെഡ്റൂമൊക്കെ തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ മഹിയും കണ്ണനും സ്വപ്നം കണ്ട ആ ഒരു ജീവിതം അവിടെ വെച്ച് തുടങ്ങുകയാണ്. എല്ലാ അർത്ഥത്തിലും അവരാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാൻ കിടലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.